കിടന്ന് എഴുന്നേറ്റ് വരുന്നത് പന്നിയുടെ കോലത്തിലാ, നജസാര പന്നിയുടെ കോലത്തിലാ, വൃത്തിയില്ലാത്ത പന്നിയുടെ കോലത്തിലാ, ചെളിവെള്ളത്തിൽ കിടക്കുന്ന കാട്ടത്തിൽ കിടക്കുന്ന എത്ര കഴുകിയാലും വെളുക്കാത്ത ശരീരത്തിനുടമയായ പന്നി എന്ന് പറയുന്ന ജീവിയുടെ മുഖവുമായിട്ട് പരലോകത്ത് വരികയാ. അല്ലാഹുവേ, അവിടെ നമ്മുടെ റസൂലുണ്ട് റബ്ബേ, നമ്മളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന നബിയുണ്ട് റബ്ബേ. ഈ വല്ലപ്പുഴയിൽ വന്ന ഞങ്ങളെ ആരെയും അതുപോലെ നീ കൊണ്ടുപോകല്ല പടച്ചവരെ. പന്നിയുടെ കോലത്തിൽ ഞങ്ങളെ നീ പരലോകത്തേക്ക് കൊണ്ടുപോകല്ല അല്ലാ. പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? അവരാരാണ്? പന്നിയുടെ കോലത്തിൽ ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുന്നവരാരാ? ചെമ്മൻകുഴിയിലെ തടിച്ചുകൂടി ആയിരങ്ങളോട് പറയുകയാ, ഒരു കാരണവശാലും ഈ പറയാൻ പോകുന്ന ദുർഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പന്നിയുടെ കോലത്തിലുള്ള ആ ശരീരങ്ങളെ പരലോകത്തേക്ക് കൊണ്ടുവരുന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വിടുകയാ. ആ സമയത്ത് വിളിച്ച് പറയുന്ന ആരെന്നറിയോ? ഇവരാരെന്നറിയോ? ആരെന്നറിയോ? അവർ നിസ്കാരത്തെ നിസാരമാക്കിയവരാ. പിന്നെയാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവരാ. എന്റെ പ്രിയമുള്ള ഉമ്മ, സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരമല്ല, ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ചാരന്റെ മുമ്പ് ഇരുന്നു കൊണ്ട് കരയുന്ന ചിരിക്കുന്ന ഉമ്മ. എന്റെ ചെറുപ്പക്കാരാ, ക്രിക്കറ്റ് നടക്കുമ്പോ, ചാനലിലൂടെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോ, സ്റ്റേഡിയത്തിൽ പോയി കളി കാണുമ്പോ എത്ര നിസ്കാരമാണ് മോനെ നീ പാഴാക്കി കളയുന്നത്. ഇത് തമാശയല്ലടാ. 18 വയസ്സുള്ള, 19 വയസ്സുള്ള, 20 വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാരെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയവരാ നമ്മള്. പിന്നെ എന്ത് നിന്റെ തലച്ചോറിലേക്ക് മാത്രമെന്ത് ആ ബോധം തരാത്തത് പൊന്നുമോനെ. അതുകൊണ്ട് പന്നിയുടെ കോലത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നവരാരാ? അവർ നിസ്കാരത്തെ ഒഴിവാക്കുന്നവരെന്നല്ല പറഞ്ഞത്, അവർ നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവരെന്നാ. ഇതെന്തോരൊടുക്കത്ത നിസ്കാരമാണെന്ന് ചോദിച്ചോ ഈ വിഭാഗത്തിലായി പോകും പെങ്ങളെ. ഇതെന്തോര നിസ്കാരമാണെന്ന് തമാശയ്ക്ക് പറഞ്ഞാൽ പന്നിയുടെ കോലമാണല്ലോ അന്ന് കോടതിയിൽ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഏറ്റവും വൃത്തികെട്ട മോഷ്ടാവാരെന്നറിയുമോ സഹാബത്തെ? നിബിധങ്ങൾ പറയുകയാണ്, ഏറ്റവും വൃത്തികെട്ട മോഷ്ടാവ് ആരെന്നറിയുമോ? അല്ലദീ യസ്രിഖു മിനസ്സലാത്ത്, നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവനാണ്. സഹാബത്ത് ചോദിച്ചു, കൈഫ യസ്രിഖു മിനസ്സലാത്ത്, നിസ്കാരത്തിൽ നിന്ന് നബിയെ എങ്ങനെയാണ് മോഷണം നടത്തുക? നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, റുകൂഉം സുജൂദും ഒന്നും പൂർത്തിയാക്കൂല. അല്ലേ? നിയത്ത് വെച്ച് തുറന്ന് ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞു. എത്ര പേര് അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ട്. പിന്നെ പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോൾ മാത്രം ചില ആൾക്കാർ കുടുങ്ങിപ്പോകും. അല്ലേ? ഒരു സഹോദരനോട് ചോദിച്ചത്, ഉസ്താദേ, സലാം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് പോയിരുന്ന ജമാഅത്തിന്റെ കൂലി കിട്ടും? ഞാൻ പറഞ്ഞു, കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി എല്ലാ ജമാഅത്തിലും ഞാൻ അങ്ങനെ പോകുള്ളൂ. ഒടുക്കത്തെ ഓതലാ ഉസ്താദ്. കേറി നിന്നങ്ങോട്ട് ഫാത്തിഹ സൂറത്തും കൊണ്ട് ഓതിയുണ്ടോ മണിച്ച് തുടങ്ങിയാൽ പിന്നെ തീരില്ല. അതുകൊണ്ട് പുറകെ നിൽക്കാൻ വലിയ പാടാ. ഇമാമിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റൈല് കാണിക്കാനുള്ള സ്ഥലമല്ല നിസ്കരിക്കാനുള്ള പള്ളി. അതുകൊണ്ട് പുറകിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങൾക്ക് തൃപ്തിയുള്ള രീതിയിൽ, ചില ആൾക്കാർക്ക് തൃപ്തി ഒന്നും ഓതാതെ പോണതായിരിക്കും. അങ്ങനത്തെ തൃപ്തിയല്ല ഞാൻ പറയുന്നത്. അവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ഇബാദത്തിന് നേതൃത്വം കൊടുക്കുന്ന അവസ്ഥ വരണം. ആ രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കണം. ചില സ്ഥലത്തൊക്കെ ജുമാ കഴിയുമ്പോൾ 2:30 മണിയൊക്കെ ആവും നിസ്കാരമൊക്കെ കഴിയുമ്പോൾ. അല്ലേ? അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് കൃത്യ ടൈം